കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന സൂചന നൽകി കാലാവസ്ഥാ നിരീക്ഷകർ. ഈ മാസത്തിൽ ഇടിമിന്നൽ ശക്തി പ്രാപിക്കുമെന്നും അത് കാലവർഷം പ്രതീക്ഷിച്ചതുപോലെ എത്തുമെന്നതിന്റെ സൂചനയാണെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. പലയിടങ്ങളിലും ആലിപ്പഴ വർഷം തുടങ്ങിയതും കാലവർഷം ഉടൻ എത്തുമെന്നതിന്റെ സൂചനയാണ്. കാലവർഷത്തിന് മുന്നോടിയായുള്ള ഇടിമിന്നലോട് കൂടിയ മഴയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പോൾ ലഭിക്കുന്നത്. അടുത്ത 7 ദിവസങ്ങളിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മഴ തുടരും. ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള മഴമേഘങ്ങളുടെ സഞ്ചാരം വടക്കോട്ട് നീങ്ങുന്നതോടെ ജൂൺ ആദ്യവാരത്തിൽ തന്നെ കേരളത്തിൽ മഴയെത്താൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ കരുതുന്നത്. ഓസ്ട്രേലിയയിലെ മഴക്കാലം അവസാനിച്ചതായി ഓസ്ട്രേലിയയുടെ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഏഷ്യൻ മൺസൂൺ നിരീക്ഷിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷകർക്ക് ഈ പ്രഖ്യാപനം സന്തോഷം നൽകുന്നതാണ്. ഓസ്ട്രേലിയയിലെ വരണ്ട കാലാവസ്ഥ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള മഴക്കാറ്റുകളുടെ പ്രവാഹത്തിന് വഴിയൊരുക്കും. ഓസ്ട്രേലിയയിൽ മഴ അവസാനിക്കുന്നതോടെ മഴവലയം സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിനെ ദക്ഷിണേഷ്യയിലേക്ക് എത്തിക്കും. നിലവിൽ ഈ വലയം ഭൂമധ്യരേഖ കടന്ന് മാലിദ്വീപിന് സമീപമെത്തിയെന്നും വരും ദിവസങ്ങളിൽ ശ്രീലങ്കയിലേക്കും ആൻഡമാനിലേക്കും നീങ്ങുമെന്നുമാണ് പ്രവചനം. ഇന്ത്യയിലെ മൺസൂണിന് ഓസ്ട്രേലിയ എന്തുകൊണ്ട് പ്രാധാന്യമാകുന്നു എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ മഴ പിൻവാങ്ങുന്നതോടെയാണ് ഇന്ത്യയിലേക്ക് മൺസൂൺ മേഘങ്ങൾ വരുന്നത്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള അന്തരീക്ഷ സ്ഥിതിയുടെയും കാറ്റിന്റെയും വലിയൊരു പരസ്പര മാറ്റമായാണ് ഇതിനെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ കാണുന്നത്. ഓസ്ട്രേലിയയിൽ മഴക്കാലം അവസാനിക്കുന്നതോടെ അവിടെ നിന്നുള്ള തെക്ക് കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം കുറയുന്നു. ഇതോടെ ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള ഈർപ്പമുള്ള കാറ്റ് ദുർബലമാവുകയും വടക്കോട്ട് നീങ്ങാൻ അനുകൂല സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ മഴക്കാലം കഴിയുമ്പോഴാണ് ഇന്ത്യയിൽ മൺസൂൺ മേഘങ്ങൾ വടക്കോട്ട് നീങ്ങി ജൂൺ ആദ്യ ആഴ്ചയോടെ കേരളത്തിലെത്തുന്നത്. ഓസ്ട്രേലിയയിൽ മെയ് മുതൽ സെപ്റ്റംബർ വരെ വരണ്ട കാലാവസ്ഥയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ മൺസൂൺ മഴ പെയ്യുന്നു. സെപ്റ്റംബർ അവസാനത്തോടെ ഇന്ത്യയിൽ നിന്ന് മൺസൂൺ പിൻവാങ്ങുകയും ഓസ്ട്രേലിയയിൽ വീണ്ടും മഴക്കാലം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് എല്ലാ വർഷവും ആവർത്തിക്കുന്ന പ്രതിഭാസം. ചിലപ്പോൾ ഈ പ്രതിഭാസം നടക്കുന്ന സമയങ്ങളിൽ വ്യത്യാസമുണ്ടാവും. എന്നാൽ ഇക്കുറി എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ പോകുന്നു എന്നാണ് കാലാവസ്ഥാ ഗവേഷകർ നൽകുന്ന സൂചന. മാത്രമല്ല കാലവർഷം ശക്തമായിരിക്കുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്കുകിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി തെക്കൻ കേരള തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. തെക്കുകിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴി മുതൽ തെക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശ് വരെ കർണാടകയുടെ ഉൾഭാഗങ്ങളിലൂടെയും മഹാരാഷ്ട്രയിലൂടെയും സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർ പാത്തി നിലനിൽക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെയ് 11 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.